നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന പേപ്പറിലെ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന ഒന്നാമത്തെ യൂണിറ്റാണ്. ഇതൊരു ഇൻട്രോഡക്ടറി യൂണിറ്റാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും കൊഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്നും അതിൻ്റെ റിസർച്ച് മെത്തേഡ്സ്, പിന്നെ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഏരിയാസ്, ഡൊമൈൻസ്, പിന്നെ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. കീ ഇഷ്യൂസ് ഇൻ സ്റ്റഡിങ് കൊഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, കീ ഐഡിയാസ് ഇൻ കൊഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഈ കൺസെപ്റ്റ് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്താണ്, അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്യുവർലി എക്സാം ഓറിയൻറ്റഡ് പർപ്പസിലല്ല. അപ്പോൾ എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നോട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ഞാൻ എൻ്റെ പഠിക്കാനുള്ള നോട്ട് പിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാം. അപ്പം അത് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. കൊഗ്നിറ്റീവ് സൈക്കോളജി സംബന്ധിച്ചൊരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. കൊഗ്നിറ്റീവ് സൈക്കോളജി ഇസ് സ്റ്റഡി ഓഫ് മെൻ്റൽ പ്രോസസ് സച്ച് ആസ് പെർസീവിങ്, റിമെമ്പറിങ് ആൻഡ് റീസണിങ്. അപ്പോൾ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മനസ്സിലാക്കണം, മെൻ്റൽ പ്രോസസ്സിനെ സംബന്ധിച്ച സ്റ്റഡിയാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. മെൻ്റൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പെർസീവിങ് ഉണ്ട്, റിമെമ്പറിങ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ മെൻ്റൽ പ്രോസസ്സിനകത്ത് വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള മെൻ്റൽ പ്രോസസ്സിനെ സംബന്ധിച്ചുള്ള സ്റ്റഡീനെയാണ് നമ്മൾ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോളജി തന്നെ മനുഷ്യനെ സംബന്ധിച്ച ഒരു സ്റ്റഡിയാണ്. മനുഷ്യൻ്റെ സൈക്കോളജിയെ സംബന്ധിച്ച്, മനസ്സിനെ സംബന്ധിച്ചുള്ള സ്റ്റഡിയാണ് എന്താണ് സൈക്കോളജി തന്നെ ചെയ്യുന്നത്. ആ സൈക്കോളജിക്കകത്ത് തന്നെ വിവിധ ശാഖകളുണ്ട്. ആ ശാഖകൾ വിവിധ മേഖലകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് സോഷ്യൽ സൈക്കോളജി മനുഷ്യനെ എങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പഠിക്കുന്നത്. ഡെവലപ്മെൻറ്റൽ സ്റ്റഡി സൈക്കോളജി ആണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് സൈക്കോളജി മനുഷ്യൻ്റെ മെൻ്റൽ പ്രോസസ്സിനെ സംബന്ധിച്ചാണ് പഠനം നടത്തുന്നത്. അപ്പം ഈ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയൊക്കെ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ ഹ്യൂമൻസ് ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ ഈ കൊഗ്നിറ്റീവ് സൈക്കോളജിയിലുള്ള പഠനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തെറാപ്പികളും കൊഗ്നിഷനെ ബേസ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് ഉള്ളതുണ്ട്. അതിന് കൊഗ്നിഷനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അത്യാവശ്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ് ഈ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെഫിനേഷനകത്ത് കുറച്ച് ടെക്നിക്കൽ ടേംസ് പറയുന്നുണ്ട്. ഒന്നാണ് പെർസീവിങ്, 2 റിമെമ്പറിങ്, 3 റീസണിങ്. അപ്പോൾ പെർസീവിങ് എന്താണെന്ന് നോക്കാം. പെർസീവിങ് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സെൻസറി ഇൻഫർമേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ മീനിങ് ഫുള്ളായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് പെർസീവിങ് എന്ന് പറയുന്നത്. മനുഷ്യൻ ഒരു മിറർ പോലെ റിഫ്ലക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം എന്താണ്, എക്സ്റ്റേണലായിട്ട് വരുന്ന ഇൻഫർമേഷനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഓരോ ആശയങ്ങളും കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ആ ഒരു വരുന്ന ഇൻഫർമേഷനെ സംബന്ധിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെർസീവിങ്ങിനെ പറ്റി പഠനം നടത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡോഗ്, ഒരു പട്ടി വരുന്നു, നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ 2 ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. 2 ആളും 2 രീതിയിലായിരിക്കും ഈ പട്ടി വരുന്നതിനെ മനസ്സിലാക്കുന്നത്. ഒരാൾക്ക് പട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ വിചാരിക്കുക, ഓക്കെ പട്ടി എൻ്റെ അടുത്തേക്ക് വരുന്നു, പട്ടിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനെ തലോടാനൊക്കെ പറ്റും. മറ്റേ ആൾക്ക് പട്ടീനെ പേടിയാണ്, അയാൾ പട്ടിയെ കണ്ട മാത്രമേ തന്നെ ഓടിക്കളയും. അപ്പം 2 ആളുകൾക്കുണ്ട് 2 രീതിയിലാണ് ഒരേ സ്റ്റിമുലസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിറർ ആണെങ്കിൽ ജസ്റ്റ് റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പെർസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് പെർസീവ് എന്ന് പറയുന്നത്. റിമെമ്പറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എബിലിറ്റി ടു റീകോൾ ആണ്. റീസണിങ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് മെൻ്റൽ പ്രോസസ്സിനെ സംബന്ധിച്ചുള്ള പഠനമാണ് എന്ത് കൊഗ്നിറ്റീവ് സൈക്കോളജി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തതിലേക്ക് പോകാം. ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കൊഗ്നിറ്റീവ് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ പെർസീവ്, ലേൺ, റിമെമ്പർ ആൻഡ് തിങ്കിങ് ആൻഡ് അബൌട്ട് ഇൻഫർമേഷൻ.
അപ്പോൾ ഒന്നെങ്കിൽ ആദ്യത്തെ ഡെഫിനിഷൻ, അതല്ലെങ്കിൽ രണ്ടാമത്തെ ഈ പറഞ്ഞ ഡെഫിനിഷൻ, ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ നിലയിൽ തന്നെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്നുള്ളത്. പിന്നെ താഴേക്ക് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുകയും അവിടെ ഒരു കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ആളുടെ പേര് ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നു. ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകുന്നു. അപ്പം ഈ ആദ്യം കേട്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അവസാനം കേട്ട കാര്യങ്ങളായിരിക്കും ഓർത്ത് വെക്കുക. നടുക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയേക്കാം. അതെന്തുകൊണ്ട് മറന്നു പോകുന്നു? അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മാനസികമായിട്ടുള്ള പ്രക്രിയ നടക്കുകയും അതിൻ്റെ സ്വഭാവത്തെ പറ്റി ആ നിലയിൽ നമുക്ക് പഠിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ അറ്റൻഷനെ പറ്റി പറയുന്നുണ്ട്, ഷോർട്ട് ടൈം മെമ്മറിയെ പറ്റി പറയുന്നുണ്ട്, ഇൻക്യുബേഷൻ പീരീഡിനെ പറ്റി പറയുന്നുണ്ട്. ഇൻക്യുബേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കുറേ നേരം ട്രൈ ചെയ്തു, പക്ഷേ നടക്കുന്നില്ല. അവസാനം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. റെസ്റ്റ് എടുത്ത സമയത്ത് നമുക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാകുന്നു, ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയി എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്സ് എന്ന് പറയാൻ പറ്റുന്നത് കുറച്ചും കൂടെ മിനിറ്റ് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫോണിൻ്റെയൊക്കെ റാം ഉണ്ടല്ലോ, റാം എന്ന് പറയുന്ന പോലെ ഫങ്ഷനാണ് മനുഷ്യൻ്റെ ഷോർട്ട് ടൈം മെമ്മറി നിർവഹിക്കുന്നത്. അത് വളരെ കുറച്ച് സമയത്തേക്ക് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഈ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി ഉള്ള ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് വിവിധ റിസർച്ച് മെത്തേഡ്സിനെ സംബന്ധിച്ചാണ്. ഇപ്പം നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുമ്പം നമ്മൾ എങ്ങനെയാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠനം നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്ന ചില റിസർച്ച് മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് റിസർച്ച് എന്താണെന്നറിയാം. നമ്മൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വിവിധ രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ എടുക്കുന്ന ടോപ്പിക്കിനനുസരിച്ച് നമ്മുടെ ഈ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ മാറ്റപ്പെടുന്നുണ്ട്. ആ വിവിധ രീതിയിൽ എങ്ങനെയൊക്കെ നടത്താമെന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് മെത്തേഡ്സിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ടുള്ളതാണ് എക്സ്പെരിമെൻ്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനകത്ത് എക്സ്പെരിമെൻ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിലാണ് നമ്മൾ ഈ ഹ്യൂമൻ ബിഹേവിയർ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അപ്പം അത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഒരു ലാബോറട്ടറി സെറ്റിങ്ങിലായിരിക്കും നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് പ്രധാനമായിട്ടും നടത്തുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽബർട്ട് ബെന്തുരയുടെ ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായത് ബോബോഡോൾ എന്ന് പറയുന്ന അതൊരു കളിപ്പാട്ടമാണ്. ആദ്യമേ 2 ടീം കുട്ടികളെ സെലക്ട് ചെയ്യും. ഒരു കുട്ടികൾക്ക് അഗ്രസീവായിട്ടുള്ള വീഡിയോസ് കാണിക്കും, മറ്റേ കുട്ടികൾക്ക് അത്ര അഗ്രസീവ് അല്ലാത്ത ഒരു നോർമൽ വീഡിയോസും കാണിക്കും. അതിനുശേഷമുള്ള അവരുടെ ബിഹേവിയർ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ 2 കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, 2 സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിടും. ആ 2 സ്ഥലത്ത് ഒരേപോലെ തന്നെ കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ നോക്കും. അപ്പം അഗ്രസീവായിട്ടുള്ള വീഡിയോ കണ്ട ആളുകൾ കണ്ട കുട്ടികൾ ഈ ബോബോഡോൾ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ട് അഗ്രസീവായിട്ട് കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ലാബോറട്ടറി നടന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ഹ്യൂമൻ എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കിയ എന്താണ്, ആ വീഡിയോ അഗ്രസീവായിട്ടുള്ള വീഡിയോ കാണുന്നത് കുട്ടികളുടെ സ്വഭാവത്തിൽ അഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ അല്ല അഗ്രസീവായിട്ടുള്ള സ്വഭാവം ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഇവിടെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയറിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും അഗ്രസീവായിട്ടുള്ള വീഡിയോസിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും
കുട്ടികളുടെ ബിഹേവിയറെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും വിളിക്കാൻ പറ്റും. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഉദാഹരണം വെച്ചത്. അതായത് നമ്മൾ ഒരു ലബോറട്ടറി എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഈ ബോബോഡോൾ എക്സ്പെരിമെന്റിന്റെ കേസിലാണെങ്കിൽ ആ അഗ്രസീവായിട്ടുള്ള വീഡിയോയും കുട്ടിയുടെ ബിഹേവിയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചത്. ഓക്കെ, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എക്സ്പെരിമെന്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് സൈക്കോബയോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോബയോളജിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്താലും അവിടെ ഒരു മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നതിന് കാരണം നമ്മുടെ ബ്രെയിനിൽ ചില ഇലക്ട്രോ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം നമ്മുടെ ഈ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റികളുടെ പിന്നിലുള്ള ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള പഠനമാണ് സൈക്കോബയോളജിക്കൽ റിസർച്ചിൽ നടക്കുന്നത്. ഇത് പ്രധാനമായിട്ട് നമ്മൾ നടത്തുന്നത് എന്താണ്, പോസ്റ്റ്മോർട്ടം വഴി നടത്താണ്ട് പറ്റും. അതായത് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. ആൾക്ക് എന്തുകൊണ്ട് അത്രയും ഇൻ്റലിജൻസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആളുടെ ബ്രെയിൻ, ആൾ മരിച്ചതിന് ശേഷം ബ്രെയിൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ചില ഏരിയകൾ, ചില പാർട്ട് ഓഫ് ദി ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടി പറ്റുന്നത്, ബ്രെയിനിൻ്റെ ഇമേജസുകൾ എടുത്തുകൊണ്ട്, ഇപ്പം നമ്മൾ ഒരു കൊഗ്നിറ്റീവ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നു. ആ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ നമ്മൾ FMR വഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള CT സ്കാൻ വഴിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബ്രെയിനെ പരിശോധിക്കാനും മോണിറ്റർ ചെയ്യാനും പറ്റും. അപ്പം ഏത് ഏരിയയിലാണ് കൂടുതൽ പ്രവർത്തനം ബ്രെയിനിൽ നടക്കുന്നത് എന്ന് നമുക്ക് വേണം നോക്കാം. ഇപ്പം സംസാരിക്കുമ്പം പ്രവർത്തിക്കുന്ന ബ്രെയിൻ ഏരിയ ഏതാണ്, അല്ലെങ്കിൽ ഞാനൊരു മാത്സ് പ്രോബ്ലം ചെയ്യുമ്പം ഏത് ഏരിയ ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേണേൽ നമുക്ക് ആ ഒരു കൊഗ്നിറ്റീവ് ആക്ടിവിറ്റിയുടെ പിന്നിലുള്ള ബയോളജിക്കൽ റീസൺസ് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്ത രീതിയാണ് നമ്മുടെ ഇപ്പോൾ കൊഗ്നിറ്റീവ് ഡെഫിസിറ്റ് ഉള്ള ആളുകളിൽ നമ്മൾ കണ്ടെത്തുകയും അവരുടെ ബ്രെയിൻ ഇമേജുകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കേസുണ്ട്. ആൾക്കൊരു അപകടം പറ്റി, ആളുടെ തലച്ചോറിനകത്തൂടെ ഒരു ഇരുമ്പ് റോഡ് കടന്നുപോയി. അപ്പം അതിനുശേഷം ബ്രെയിൻ സെൽസിന് കുറേയധികം ഡാമേജ് സംഭവിച്ചു. ആൾ സർവൈവ് ചെയ്തു, പക്ഷേ ബ്രെയിൻ സെൽസിന് ഡാമേജ് വന്നു. ആളുടെ ക്യാരക്ടറെല്ലാം, പേഴ്സണാലിറ്റി എല്ലാം തന്നെ അങ്ങ് മാറിപ്പോയി. അപ്പം ഏതൊക്കെ ഏരിയകളാണ് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് കാരണമാകുന്ന ഏരിയകൾ ബ്രെയിനിലുള്ളത് എന്ന് നമുക്ക് അയാളുടെ ബ്രെയിൻ പരിശോധിക്കുന്ന വഴി, ബ്രെയിൻ ഇമേജസ് പരിശോധിക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കാസ് ഏരിയ, വെർണിക്കസ് ഏരിയക്കകത്തോ എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിക്കുന്നു ഉള്ള ആളാണെങ്കിൽ, അപ്പം അയാളുടെ ലാംഗ്വേജ് അക്വിസിഷനകത്ത്, കോംപ്രഹെൻഷനകത്ത് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഡക്ഷനകത്തൊക്കെ വ്യത്യാസം സംഭവിക്കുന്നു. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഏത് ഏരിയ എന്ത് കൊഗ്നിറ്റീവ് പെർഫോമൻസിന് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രെയിൻ ഇമേജസ് പരിശോധിക്കുന്നത് വഴി നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ 3 മെത്തേഡ്സ് ആണ് സൈക്കോബയോളജിക്കൽ റിസർച്ചിനകത്ത് ഉള്ളത്. ഇനി അടുത്താണ് സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ തന്നെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടിനെയാണ്, എഴുതി വെക്കുന്ന റിപ്പോർട്ടിനെയാണ് സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഇൻഡിവിജ്വൽസ് ഓൺ അക്കൗണ്ട് ഓഫ് കൊഗ്നിറ്റീവ് പ്രോസസ്. അപ്പം അതായത് കൊഗ്നിറ്റീവ് പ്രോസസ്, അതായത് നമ്മളിപ്പോൾ ചിലപ്പം CBT പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ആൾക്ക് ഡിപ്രഷനൊക്കെ ആയ കേസുകളിൽ നമ്മൾ വേണമെങ്കിൽ തോട്ട് എഴുതി വെക്കാൻ വേണ്ടി പറയും. അപ്പോൾ എഴുതി വെക്കുമ്പോഴത്തേക്ക് ആളുടെ എങ്ങനെയൊക്കെയാണ് ചിന്തകൾ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഡയറി എഴുതുന്ന ആളുകളുണ്ട്, ഡയറി പരിശോധിക്കുന്ന വഴി ആളുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് സെൽഫ് റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡീസിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി ഈസ് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്.
അതായത് ഒരു വ്യക്തിയുടെ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള പഠനം, അയാളുടെ ചൈൽഡ്ഹുഡിലുണ്ടായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്, അയാളുടെ ബർത്ത് എങ്ങനെയായിരുന്നു, എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ പിന്നെ അയാളുടെ കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു, അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിലെ ബന്ധങ്ങൾ, അയാളുടെ സ്പീച്ച്, കൊഗ്നിറ്റീവ് പെർഫോമൻസ്, അയാളുടെ മെമ്മറി, ഓറിയന്റേഷൻ, അങ്ങനെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള ഒരു ഡെപ്തിലുള്ള സ്റ്റഡിയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ നമ്മൾ ആളുകളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചുള്ള ഒബ്സർവേഷൻ നടത്തുന്നതിനാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോഴുള്ള കുട്ടികളുടെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പം അല്ലെങ്കിൽ ഇന്ന പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇന്ന ടെമ്പറമെന്റ് കൂടുതലുള്ള കുട്ടികളുടെ അഗ്രസീവ്നെസ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്കൊരു ലാബോറട്ടറി കൊണ്ടുപോയി പഠിക്കാനായിട്ട് പറ്റത്തില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ആ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയും ഒന്നെങ്കിൽ ആ കുട്ടികൾ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ ആ കുട്ടികളെ അറിയാതെ തന്നെ നമുക്ക് മാറിയിരുന്ന് ആ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് ആ കുട്ടികളുടെ ബിഹേവിയർ പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് കോഗ്നിറ്റീവ് പെർഫോമൻസ് ഇൻ എവരിഡേ സിറ്റുവേഷൻ ആൻഡ് നോ ലബോറട്ടറി കോണ്ടെക്സ്റ്റ്. അപ്പോൾ അതായത് ഇത് പ്രധാനമാണ്, നമ്മുടെ എവരിഡേ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്. ഇനി അടുത്താണ് കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിന് വളരെയധികം കാരണമായിട്ടുണ്ട്. ഇപ്പം കോഗ്നിറ്റീവ് സൈക്കോളജിയെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ അത്ര ഇല്ലായിരുന്നു. പിന്നീട് അത് ബിഹേവിയറിസത്തിൻ്റെ വരവോടുകൂടിയാണ് അതില്ലാണ്ടായത്. അതിനുശേഷം വീണ്ടും കോഗ്നിറ്റീവ് സൈക്കോളജിയെ പറ്റിയുള്ള പഠനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാരണമായിട്ട് വന്നത് കമ്പ്യൂട്ടറുകളുടെ വരവാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് നോക്കി അതേപോലെ ആയിരിക്കാം മനുഷ്യനും ഇൻഫർമേഷൻ പ്രോസസ്സ് എന്നുള്ള ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എന്നുള്ള പഠനങ്ങൾ എന്നുള്ള അനുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പല മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേജുകളൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ അതിൻ്റെ വരവും അത് ഇൻഫർമേഷനെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ മനുഷ്യനും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയായിട്ട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒന്ന് ചെയ്യാം. രണ്ടാമത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹ്യൂമൻസ് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ മിമിക് ചെയ്യുന്നത് ഒരു കോഗ്നിറ്റീവ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള പഠനങ്ങളും നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ വഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയും കോഗ്നിറ്റീവ് പെർഫോമൻസിനെ പറ്റി മനുഷ്യൻ്റെ കോഗ്നിഷനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് അടുത്ത മെത്തേഡായിട്ട് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് ചെയ്യാനുള്ളത്. ഇതിനുശേഷം നമുക്ക് ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി നമുക്ക് പഠിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു.